തമിഴ്നാട് സർക്കാർ 8 കോടിയിലധികം രൂപ ചെലവഴിച്ച് കേരളത്തിൽ പണിയുന്ന സ്മാരകം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് EV രാമസ്വാമി പെരിയാറിൻ്റെ സ്മാരകത്തിലാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി സമാപന ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും നാളെ രാവിലെ 10 മണിക്ക് വൈക്കത്ത് ഒന്നിച്ചെത്തുന്നു. തന്തൈ പെരിയാറിൻ്റെ സ്മാരകത്തിൻ്റെയും പെരിയാർ ഗ്രന്ഥശാലയുടെയും ഉദ്ഘാടനം നിർവഹിക്കാനാണ് അവരൊന്നിച്ചെത്തുന്നത്. 1924 മാർച്ച് 30 തുടങ്ങി 603 ദിവസം നീണ്ടുനിന്ന അയിത്തത്തിനെതിരായ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിലെ മുൻനിര നേതാക്കളായ TK മാധവൻ, KP കേശവമേനോൻ, ബാരിസ്റ്റർ ജോർജ് ജോസഫ് എന്നിവർ ജയിലിലായതിനെ തുടർന്നാണ് തന്തൈ പെരിയാർ കേരളത്തിലെത്തുന്നത്. സത്യാഗ്രഹത്തിൽ സമഗ്ര സംഭാവന വഹിച്ച അദ്ദേഹം വൈക്കം വീരർ എന്നും അറിയപ്പെടുന്നു. പെരിയാർ സ്മാരകത്തിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ തന്നെ EVRൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇത് നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്. പിന്നെ ഇതുപോലെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഓപ്പൺ തിയേറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് ഗ്രന്ഥശാല. നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത് ഇതാണ്. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പോയിരുന്ന സമയത്ത് അവിടെ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് ആയിരുന്നു. ഇവിടെ ഫൈനൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അപ്പോൾ ഈ പാർക്കിലൊക്കെ, അത് നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ് ഈ പാർക്കൊക്കെ. പാർക്കിലൊക്കെ നമുക്ക് അകത്തേക്ക് കയറാവോ ഇല്ലയെന്നൊന്നും അധികം ആർക്കും അറിയില്ല. ഇനി നമുക്കിതെല്ലാം കയറി കാണാനുള്ള സൗകര്യം ഒരുക്കും. ആ കാണുന്നതാണ് പാർക്ക്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് മ്യൂസിയം. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിൽ കയറാനുള്ള ചാൻസ് കിട്ടി. അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. ഇവിടെയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ സംഭാവനകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലെല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് അവരത് ഓരോന്നും ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് മ്യൂസിയത്തിനകത്തുള്ള കാഴ്ചകൾ. ഈ മ്യൂസിയത്തിലെ കാഴ്ചകൾ ഒരുങ്ങിയിട്ടുള്ളത് 2 നിലകളിലായിട്ടാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാം. വൈക്കം ബീച്ചിലെ ഉദ്ഘാടന വേദിയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ അവസാന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.